ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാൻ ആക്രമിച്ചു. ഖമേനിയെ കൊന്നു, 19 ജനറൽമാരെ കൊന്നു. എന്നാൽ ഇറാൻ തിരിച്ചടിച്ചത് ഇറാന്റെ തന്നെ ബദ്ധശത്രു, ജന്മം കൊണ്ട് അവർ ബദ്ധശത്രുക്കളാണ്. ജൂതനായ ഇസ്രായേലിനെയോ ക്രിസ്ത്യാനിയായ അമേരിക്കയോ അല്ല, അവരുടെ തന്നെ സഹോദരനായ UAE, ദുബായ് ആയിരുന്നു ടാർഗറ്റ്. എന്താണ് അതിന് കാരണം? 1400 വർഷം പഴക്കമുള്ള കല്ലും മണ്ണിൽ നിന്നും ഇവർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു, വികസനത്തിലേക്ക് ചുവട് വെച്ച് നീങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫ, ലോകത്തിലെ ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടൽ ബുർജ് എന്തോ കടലിന്റെ സൈഡിലുള്ള ഇത്, അതൊക്കെ അടിച്ചേക്കാണ്, അതൊക്കെ അടച്ചിട്ടേക്കാ 2 കൊല്ലത്തേക്ക്. ബുർജ് ഖലീഫയിലേക്ക് ഇപ്പോൾ ഉന്നം വെക്കുന്ന പറയുന്നത് ഒട്ടനവധി മലയാളികൾ, അതായത് ഒരു പക്ഷെ അറബ് ഭാഷയെക്കാളും കൂടുതൽ മലയാളം സംസാരിക്കുന്ന ദുബായിനെയും അബുദാബിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇതിന്റെ പശ്ചാത്തലത്തിൽ UAE ഒരു തീരുമാനം എടുത്തേക്കാണ്. അവരൊപ്പക്കിൽ നിന്ന് വിട്ടുപോയി. തന്നെയുമല്ല, അവരിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇസ്ലാമിന് തന്നെ ഒരു മോശ പേര് വരുത്തുന്ന രീതിയിൽ. അവർ കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ജേർണലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, രഹസ്യമായിട്ട് UAE, ദുബായും അബുദാബിയും ഷാർജയും ഫുജൈറും റാസൽ ഖൈമയൊക്കെ അടങ്ങുന്ന UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യം ഇറാനിൽ അടി തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒരു സൈഡിൽ കൂടി സമാധാന ചർച്ചകളും സീസ് ഫയർ, വെടിനിർത്തലും നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ UAE ആണ് ഇപ്പോൾ ഇറാൻ അടിക്കുന്നത്. അവരുടെ 11 ഐലൻഡ്, ലെയ്വൻ എന്ന് വേണമെങ്കിൽ സായിപ്പ് പറയുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ 11 ഐലൻഡിലാണ് അടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റിഫൈനറികളെ രഹസ്യ അടിച്ചുകൊണ്ടിരിക്കുന്നത് UAE. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവരടിച്ചത് 2800 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വെച്ചിട്ടാണ് UAE അടിച്ചത്. ഇസ്രായേലിനെ പോലും അവർ അതുപോലെ ആക്രമിച്ചില്ല, അമേരിക്കയെ പോലും ആക്രമിച്ചില്ല. അമേരിക്കയ്ക്ക് കുറേ നാശനഷ്ടങ്ങൾ പല രാജ്യങ്ങളിലായിട്ടുണ്ടെങ്കിലും നാശനഷ്ടം മുഴുവൻ ഉണ്ടാക്കാൻ നോക്കിയത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഇങ്ങനെയുള്ള UAE തകർക്കാനായിട്ടാണ് ഇറാൻ അടിച്ചത്. ഒരു കാലഘട്ടത്തിൽ UAE ആയിരുന്നു ഇറാനെ സംരക്ഷിച്ചും അവർക്ക് വേണ്ടി വാദിച്ചും പോന്നിരുന്നത്. അതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ അടി. അപ്പം നമ്മൾ ഈ അടുത്ത് ആകാശ് മിസൈലുകൾ, ഇന്ത്യയുടെ ആകാശ് മിസൈൽ $600 മില്യൺ UAE വാങ്ങിയത്. ഒപ്പം തന്നെ ബ്രഹ്മോസ് കൊടുത്തോ എന്നറിയില്ല, പക്ഷെ അത് കൊടുക്കാനായിട്ട് ഒരു പക്ഷെ ശ്രീമാൻ നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് അൽ നഹിയാൻ, MBZ എന്ന് പറയുന്ന ആ വ്യക്തിയും കൂടിയിട്ട്, സയ്യിദ് അൽ നഹിയാനും കൂടിയിട്ടുള്ള ആ സൗഹൃദ ബന്ധം ഇപ്പൊ എന്ത് ചോദിച്ചാലും മോഡി കൊടുക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോഡി അവിടെ UAE വന്ന് ലാൻഡ് ചെയ്യും. നമുക്കറിയാം അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ഒരു പക്ഷെ നമ്മുടെ മലയാളിയായ യൂസഫ് അലി, മാളു മുതലാളി യൂസഫ് അലിയുടെ ആ ഒരു മധ്യസ്ഥതയിലായിരിക്കാം അവർ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയത്. അതിനുശേഷം അബുദാബിയിൽ ഒരു സിദ്ധിവിനായക അമ്പലം തുടങ്ങാനായിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തു. ഒപ്പം ഇപ്പം മിസൈൽ കൊടുക്കാണ്. ഇതിനെ ഒരു അനുഭാവ ഇതാണ് വാഷിങ്ടണും പെന്റഗണും ചെയ്യുന്നത്. UAE അടിക്കണമെങ്കിൽ ഇറാൻ അടിക്കണമെങ്കിൽ അടിച്ചോട്ടെ എന്നുള്ള രൂപത്തിലാണ്. പല രാജ്യങ്ങളും അതിൽ നിന്ന് പിൻവാങ്ങി മാറി, അറബികളാണ് നമുക്ക് അടി കൊണ്ടാലും മുസ്ലിമുകളല്ലേ എന്ന ഭാഗത്തിൽ മാറി നിൽക്കുമ്പോഴും UAE അമ്പിനും വില്ലിനും എടുക്കണില്ല, അങ്ങോട്ട് അലക്കണം. അവര് നല്ല അലക്കാണ് ഇന്ന് ഇറാനിൽ നടക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് കാരണമായ മറ്റൊരു കാര്യം പറയുന്നത്, ഹോർമൂസ് കടലിടുക്കി കൂടെ എണ്ണ കൊണ്ട് വിൽക്കാനായിട്ട് UAEക്ക് സാധിക്കുന്നില്ല. അത് ഒരു പക്ഷെ അവർ ക്ഷമിക്കും. എന്നാൽ UAE അബുദാബി, അതായത് ABNOC, നാഷണൽ ഓയിൽ കമ്പനി, അവരൊരു പൈപ്പ് ലൈൻ അബുദാബിയിൽ നിന്നും റാസൽ ഖൈമയ്ക്ക് അടുത്തായിട്ടുള്ള ഫുജൈറിലേക്ക് കൊണ്ടുവന്ന്, ഹോർമൂസ് കടലിടുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒമാൻ കടലിടുക്കിലേക്കാണ് അവർ എണ്ണ കൊണ്ടുവന്നത്. ഇറാന്റെ അതിർത്തി കൂടെയോ ഇറാന്റെ ഹോർമൂസ് കടലിടുക്കി കൂടെയോ ഇവർ എണ്ണ കൊണ്ടുവന്നില്ല. ഒരു പൈപ്പ് ലൈൻ നേരെ അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക് വലിച്ചു. ഈ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാണ്ട് വന്നപ്പോൾ ഇറാൻ അവരുടെ വിദ്വേഷവും വൈരാഗ്യവും തീർത്തത് ഫുജൈറയിലുള്ള ആ റിഫൈനറിയിലേക്ക് അവർ ബോംബ് ചെയ്തു. അതായത് നിങ്ങൾ ഒരു കാരണവശാലും എണ്ണ വിൽക്കണ്ട, UAE ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇറാന്റെ ദൃഢനിശ്ചയം.
കാരണം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൗദിയെ പോലും ഇതുപോലെ അടിച്ചില്ല, അല്ലെങ്കിൽ ഖത്തറിൽ എവിടെയൊക്കെയോ ഒരു LNG ടെർമിനൽ അതൊക്കെ അടിച്ചിട്ടുള്ളൂ. പക്ഷേ UAEക്ക് കിട്ടിയത് 2800 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഒട്ടനവധി ഒരു 95% തടുത്തു. അവിടെ ഇവിടെയും കുറച്ചൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നല്ലാതെ. ഇപ്പൊ UAE തീരുമാനം എടുത്തിരിക്കുന്നത് കുറച്ച് അവരുടെ ദ്വീപുകളുണ്ട് ഈ ഹോർമുസ് കടലിടുക്കിനുമായിട്ട് ചുറ്റപ്പെട്ട്. ഈ ദ്വീപുകളിൽ കുറേയൊക്കെ അവർക്ക് പിടിച്ചെടുക്കണമെന്നാണ് അമേരിക്കയോട് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് UAE, ഇസ്രായേലും അമേരിക്ക ഇനി അടിച്ചില്ലെങ്കിൽ ഇനി UAE അടിച്ചു തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വലിയ പരിഭവങ്ങളുണ്ട്. അവർ ഡിഫെൻസീവ് മോഡിൽ നിന്നും ഒഫൻസീവ് മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. UAE എന്ന് പറഞ്ഞ രാജ്യം പ്രതിരോധിച്ച് നിൽക്കായിരുന്നു. അവര് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇതുകൊണ്ടാണ് ഈ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റവും താഡും വെച്ചിട്ട്. അവരിൽ പാട്രിയോട്ട് ബാറ്ററി ഉണ്ട്, താഡ് അമേരിക്കയുടെ മിസൈൽ ഡിഫൻസ് താഡ് ഉണ്ട്, എല്ലാം അൽ ദഫ്ര ബേസിലൊക്കെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും കുറെ നാശനഷ്ടങ്ങൾ അതായത് വികസിച്ചു വരുന്ന UAEയിൽ ഉണ്ടാക്കി എന്നുള്ളത് അവരെ വളരെയധികം വൈരാഗ്യ ബുദ്ധിയോടെ ഇറാനെ ഇനി തിരിച്ചടിക്കുക അമേരിക്ക, ഇസ്രായേൽ അല്ല, UAE ആയിരിക്കും. ഒപ്പം സൗദിയും ചേർന്നാലും സൗദി, കുവൈറ്റ്, ബഹ്റൈൻ ഈ രാജ്യങ്ങൾ ചേർന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇറാന് നല്ല കൊട്ട് അമേരിക്ക കൊടുത്തില്ലെങ്കിൽ അറബ് ഇസ്ലാമിക സഹോദര രാജ്യങ്ങൾ തന്നെ കൊടുക്കും എന്ന സ്ഥിതിയിലേക്കാണ് അവിടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.